ഓശാന ആരവങ്ങൾക്കിടയിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി നിൽക്കുകയും എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ കല്ലറയ്ക്ക് മുമ്പിൽ ആദ്യം എത്തുകയും ചെയ്ത മറിയം മഗ്ദലന. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെയാണ് അവൾ പോയത്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ ആർക്കും സങ്കല്പിക്കാനാവാത്ത വിധം പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരിച്ച തൻ്റെ പ്രിയരക്ഷകന്റെ ശവകുടീരത്തിലേക്ക് പോകാൻ അവൾ കാണിച്ച ധൈര്യം. സ്നേഹമല്ലാതെ മറ്റെന്താണ് ഒരു വ്യക്തിയെ അതിന് പ്രേരിപ്പിക്കുക? രക്ഷകന്റെ ദിവ്യസ്നേഹം തൊട്ടറിഞ്ഞ നിമിഷം മുതൽ പഴയ ജീവിതം പാടെ ഉപേക്ഷിച്ച് പാപിനിയായിരുന്ന മറിയം മഗ്ദലന ജീവന്റെ നല്ല ഭാഗം തിരഞ്ഞെടുത്തു. ശിഷ്യന്മാരെല്ലാം യേശുവിനെ കൈവിട്ടപ്പോഴും കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് തൻ്റെ വിശ്വസ്തത അവൾ പ്രകടിപ്പിച്ചു. അവളുടെ വിശ്വാസത്തെയും വിശ്വസ്തതയെയും കടാക്ഷിച്ച ഉത്തിതൻ അവളെ പരിശുദ്ധ സ്നേഹത്തിന്റെ ആദ്യ ഫലമാക്കി. ഉയർത്തെഴുന്നേൽപ്പിന്റെ സൂചനയായി യേശുവിൻ്റെ ശവകുടീരത്തിന്റെ കല്ലുരുട്ടി മാറ്റപ്പെട്ടത് ആദ്യം കാണാൻ സാധിച്ചതും ഉത്തിതനായ ക്രിസ്തുവിൻ്റെ ദർശനം ആദ്യം ലഭിച്ചവളും അവനോട് ആദ്യം സംസാരിച്ചതും ഈ മറിയം മഗ്ദലനയായിരുന്നു. കണ്ട കാര്യങ്ങളെല്ലാം തൻ്റെ ശിഷ്യന്മാരെ അറിയിക്കാൻ കർത്താവ് നിയോഗിച്ചതനുസരിച്ച് ഉത്ഥാനത്തിൻ്റെ ആദ്യ ദൂതുമായി പോകാനുള്ള ഭാഗ്യം ലഭിച്ചതും മറിയം മഗ്ദലനയ്ക്ക് തന്നെ. ആഴ്ചയുടെ ആദ്യ ദിവസമായി അന്നു വൈകിട്ട് അവർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ ഒന്നാം പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. വീണ്ടും 8 ദിവസങ്ങൾക്ക് ശേഷം ദീദിമോസും അവരോടുകൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടും ക്രിസ്തു സ്നേഹിച്ച ശിഷ്യന്മാർക്ക് അവൻ്റെ സജീവ സാന്നിധ്യം കൈവിട്ടു പോകുന്നുണ്ട്. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നഷ്ടമാകുമ്പോൾ അവർ തങ്ങളുടെ പഴയ വഴികളിലേക്ക് മടങ്ങുകയാണ്. ഉപേക്ഷിച്ച തീരങ്ങളിലേക്ക്, അതേ വഞ്ചികളിലേക്ക്. തിബേരിയൂസിന്റെ തീരത്ത് അവൻ്റെ കൂടെ 6 പേർ കൂടുന്നുണ്ട് മീൻ പിടിക്കാൻ. പണിയറിയാവുന്ന 7 പേർ ഒരു രാവ് മുഴുവൻ വലയെറിഞ്ഞിട്ടും ഒരു ചെറുമീൻ പോലും കുരുങ്ങുന്നില്ലല്ലോ. ഇവരുടെ പാഴായി പോകുന്ന പടവുകളിലേക്ക് ക്രിസ്തു മൂന്നാമതും എത്തുന്നുണ്ട്. ഒന്നും കിട്ടിയില്ലെന്ന് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാഴായി പോകുന്ന അധ്വാനങ്ങളിലേക്കും പാഴായി പോകുന്ന കണ്ണീരിലേക്കും വിയർപ്പിലേക്കും വിഫലമായ ബോധ്യങ്ങളിലേക്കും പുലർകാല സൂര്യനെ പോലെ ഉത്ഥിതൻ വരും.